ലാസറിന്റെ വീട്ടിലേക്ക് വരുന്ന ഈശോ. ആ ലാസറിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ മറിയം ശുദ്ധവും ആയ നാർദീതൽ, വിലയേറിയതും ശുദ്ധവുമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിലപ്പെട്ടതാണ് തൈലം. രണ്ടാമത്, ഏറ്റവും ശുദ്ധമായ തൈലമാണ്. അത്ര ശുദ്ധമായിട്ടുള്ളതും വിലപ്പെട്ടതുമായ തൈലം അവളുടെ കൈവശം. എല്ലാവരും അത് സൂക്ഷിച്ചു വെക്കുക ചെയ്യുന്നത്. ഏറ്റവും ശുദ്ധമായതും ഏറ്റവും വിലപ്പെട്ടതും സൂക്ഷിച്ചു വെക്കുക ചെയ്യുന്നത്. കാരണം അത് ഏറ്റവും വിലപ്പെട്ടത് നമ്മൾ ചെലവഴിക്കുകയില്ല. അങ്ങനെ ഏറ്റവും വിലപ്പെട്ട തൈലം എടുത്ത് കർത്താവിന്റെ തലയിൽ ഒഴിക്കാൻ കാരണം ദൈവത്തെ അധികമായിട്ടിട്ടു. ഇട്ട പണത്തിന്റെ മൂല്യമല്ല, അവളുടെ ഹൃദയത്തിന്റെ വലിപ്പമാണ് ദൈവം വിലപ്പെട്ടതായിട്ട് മാറുന്നത്. ഇന്ന് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന സമർപ്പണത്തിന്റെ വില നീ നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് വില കൊടുക്കുന്നതിനനുസരിച്ചാണ് കൂടുതലായിട്ട് വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അവളെ ദൈവം അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് അല്ലെങ്കിൽ വിലപ്പെട്ടവളായിട്ട് ദൈവത്തെ കണ്ടതായിട്ട് ചിത്രീകരിക്കുന്നതിന്റെ കാരണം അവള് ഈ ദേവാലയത്തിലേക്ക് വരുന്നതും ദേവാലയത്തിൽ നിക്ഷേപിക്കുന്നതിൻ്റെ പിന്നിലെ ചൈതന്യമുണ്ട്. അവൾക്ക് ജീവിതത്തിൽ ദേവാലയം വിലപ്പെട്ടതാണ്. ദൈവം വിലപ്പെട്ടതായതുകൊണ്ട് അവൾ ഇട്ടുന്ന നിക്ഷേപത്തിന് പോലും അർത്ഥമുണ്ട്. അവൾക്ക് തൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കുമ്പോഴുള്ള പ്രത്യാശയുണ്ട്. അവൾ ദൈവത്തിന് വേണ്ടി കൊടുത്താൽ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതൊന്നും പാഴ്ചെലവാകുന്നില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ലാസറിന്റെ വീട്ടിലേക്ക് വരുന്ന ഈശോ. ആ ലാസറിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ മറിയം ശുദ്ധവും ആയ നാർദീതൽ, വിലയേറിയതും ശുദ്ധവുമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിലപ്പെട്ടതാണ് തൈലം. രണ്ടാമത്, ഏറ്റവും ശുദ്ധമായ തൈലമാണ്. അത്ര ശുദ്ധമായിട്ടുള്ളതും വിലപ്പെട്ടതുമായ തൈലം അവളുടെ കൈവശം. എല്ലാവരും അത് സൂക്ഷിച്ചു വെക്കുക ചെയ്യുന്നത്. ഏറ്റവും ശുദ്ധമായതും ഏറ്റവും വിലപ്പെട്ടതും സൂക്ഷിച്ചു വെക്കുക ചെയ്യുന്നത്. കാരണം അത് ഏറ്റവും വിലപ്പെട്ടത് നമ്മൾ ചെലവഴിക്കുകയില്ല. അങ്ങനെ ഏറ്റവും വിലപ്പെട്ട തൈലം എടുത്ത് കർത്താവിന്റെ തലയിൽ ഒഴിക്കാൻ കാരണം ദൈവത്തെ ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ടവനായിട്ട് കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ടല്ലേ ഈ യൂദാസ് അസ്വസ്ഥനായിട്ട് പറയുന്നത് 300 ദനാറയുടെ വില. അത്രയും വിലയുണ്ട് ഈ തൈലത്തിന്, അത്രയും വിലയുണ്ട് എന്ന് യൂദാസ് പറയുമ്പോൾ മറിയം പറയുന്ന ഒരു കാര്യമാണ്. അതിലും എത്രമാത്രം വലുതാണ് ദൈവം എന്ന്, ദൈവം അത്രമാത്രം വിലപ്പെട്ടവനാണ് എന്ന് ഈ മറിയം വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിധവയുമാണ് ഈ ദൈവം വിലപ്പെട്ടവനാണെന്ന് അവളുടെ കൈവശമുള്ള ആ പണം ഭണ്ഡാരപ്പെട്ടിയിൽ ഇടുമ്പോൾ വ്യക്തമായിട്ട് വെളിപ്പെടുത്താം. ദൈവം വിലപ്പെട്ടവനാണ്. ഈശോ കാണുന്നത് നീ ദൈവത്തിന് കൊടുക്കുന്ന വിലയെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ആരോഗ്യം, ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന പണം, ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന അധ്വാനം, ഇതെല്ലാം വിലപ്പെട്ടതാണ്. ഇന്ന് ഈ ഒരു കാലഘട്ടങ്ങളിൽ നിനക്ക് ദൈവത്തിന് വേണ്ടി എന്തുമാത്രം സമയം മാറ്റിവെക്കാൻ കഴിയും, ദൈവത്തിന് വേണ്ടി എത്രമാത്രം പണം മാറ്റിവെക്കാൻ പറ്റും. ദൈവത്തിന് വേണ്ടി പണം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളത് ഈ ദൈവത്തിന് കൊടുക്കാൻ ഉപരിയായിട്ട്, അല്ലെങ്കിൽ ദൈവിക കാരുണ്യ പ്രവൃത്തികൾക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ഉപകാരത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതൊക്കെയാണ് കൂടുതലായിട്ട്. അതൊരു ദൈവികമായിട്ടുള്ള നിയോഗത്തോടുകൂടി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഓരോ സമയവും ദൈവം നിനക്ക് വിലപ്പെട്ടതായിട്ട് മാറുകയാണ്. ദൈവം നിന്നെ ജീവിതത്തിന്റെ വിലപ്പെട്ടതായിട്ട് കാണുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ അർത്ഥവും മൂല്യവും കിട്ടുന്നത് നീ ദൈവത്തിന് വേണ്ടി എത്രമാത്രം നിന്റെ ആരോഗ്യവും പണവും ഒക്കെ മാറ്റിവെക്കുന്നു എന്നാണ്. ബൈബിളില് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തില് വിശ്വാസികളുടെ കൂട്ടായ്മയെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്: അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായിട്ടുള്ളവരെല്ലാം അവ എത്രയും വിറ്റ് കിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കൽ ഏൽപ്പിച്ചു. ദൈവത്തിന് പരിശുദ്ധാത്മാവിന് വില കൊടുത്തുകൊണ്ട് അടുത്ത വചനം പറയാണ്, അവർ അത് ഓരോരുത്തർക്കും ആവശ്യാനുസരണം വിതരണം ചെയ്യപ്പെട്ടു. ബർണബാസ് എന്ന അപരനാമത്താൽ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്നവനും ഈ വാക്കിന്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്. സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. അപ്പോൾ ഈ ബർണബാസിനെ ഈ അപ്പസ്തോലന്മാരുടെ കാൽക്കൽ ഈ പണം, വലിയൊരു തുക സമർപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് പരിശുദ്ധാത്മാവിന് ദൈവത്തിന് അത്രമാത്രം വിലപ്പെട്ടതായതുകൊണ്ടാണ്, ദൈവത്തിന് വില കൊടുത്തത് കൊണ്ടാണ്.
ഇന്ന് മനുഷ്യൻ പണത്തിന് വില കൊടുക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സമയമില്ല, ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് പണമില്ല, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് സമയമില്ല, അല്ലെങ്കിൽ ആഗ്രഹമില്ല. ഈ ഒരു കാലഘട്ടങ്ങളിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഉത്കണ്ഠകളും ആകുലതകളും ലോകത്തിന് വേണ്ടിയുള്ള ദാഹവും പണത്തിന് വേണ്ടിയുള്ള ദാഹവും വർദ്ധിക്കുമ്പോൾ ദൈവത്തെ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇറക്കി വിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ വിധവയുടെ ഹൃദയത്തിൽ ദൈവം ഇരിക്കുന്നത് കൊണ്ടാണ് അവൾക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് അവളെ പ്രേരിപ്പിക്കുന്നത്. ഉള്ളിൽ നിന്ന് ദൈവാനുഭവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതൊക്കെ ഒരു നഷ്ടമായിട്ട് കണക്കാക്കും. ഉള്ളിൽ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം നശിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതൊന്നും വിലയുള്ളതായിട്ട് കാണിയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം വർദ്ധിച്ചാൽ കൊടുക്കും തോറും നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുമെന്ന് നിനക്ക് മനസ്സിലാകും. കൊടുക്കും തോറും ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ദൈവത്തിന് വേണ്ടി ദാഹമുള്ള ഒരു ആത്മീയത നയിക്കാനായിട്ട് നമുക്ക് കഴിയണം. ദൈവത്തിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതിൻ്റെ ഒക്കെ ചെലവഴിക്കുന്നതിൻ്റെ ഒക്കെ മനോഭാവം നീ ആത്മശോധന ചെയ്യണം. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതിൻ്റെ മനോഭാവം പലപ്പോഴും പരാതി പരിഭവങ്ങളും ഒക്കെ ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതാണ് ഈ ആബേലിന്റെയും കായേന്റെയും സംഭവത്തിൽ ഈ ആബേൽ ഏറ്റവും വിലപ്പെട്ടത് ദൈവത്തിന് കൊടുക്കുകയാണ്. ഏറ്റവും വലിയ കാഴ്ച സമർപ്പണം കൊടുക്കുകയാണ്. ഏറ്റവും ഊനമറ്റ ഒരു കുറവുമില്ലാത്ത ഏറ്റവും നല്ലൊരു ആടിനെ ദൈവത്തിന് കാഴ്ചവെക്കാനായിട്ട് പ്രേരിപ്പിച്ചത് ദൈവം അത്രമാത്രം വിലപ്പെട്ടതായത്. കായന്റെ ബലി എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത്? ദൈവത്തെ വിലപ്പെട്ടത് അവന്റെ കൃഷിയിടങ്ങളെയും അവന്റെ കൃഷിയെയും വിലപ്പെട്ടതായിട്ട് കണ്ടതുകൊണ്ട് എന്തെങ്കിലും ദൈവത്തിന് കൊടുത്താൽ മതി എന്നുള്ള ചിന്തയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിലപ്പെട്ടതായിട്ട് കാണുമ്പോൾ നിനക്ക് കിട്ടിയ എല്ലാത്തിൻ്റെ പിന്നില് ദൈവത്തിന്റെ കരം കാണാനായിട്ട് കഴിയും. നീ ജീവിതത്തിൽ ദൈവത്തെ അമൂല്യനായിട്ട് ഏറ്റവും വലിയ നിധിയായിട്ട് കണ്ടാൽ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിലൊക്കെ ദൈവത്തിന്റെ ഇടപെടൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നിനക്ക് നിന്റെ പണത്തെ വിലപ്പെട്ടതായിട്ട് കണ്ടാൽ നിന്റെ പണത്തിന്റെ അല്ലെങ്കിൽ നിന്റെ അനുഗ്രഹത്തിന്റെ പിന്നിൽ ഒരിക്കലും ദൈവത്തിന്റെ കരം കാണാനായിട്ട് കഴിയില്ല. ദൈവത്തിന്റെ കരം കാണാൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ ദൈവത്തെ അത്രമാത്രം വിലപ്പെട്ടതായിട്ട് മാറണം. കർത്താവ് വിലപ്പെട്ടതായിട്ട് മാറുമ്പോൾ ജീവിതത്തിനും നിന്റെ പണത്തിനും നിന്റെ ജോലിക്കും നിന്റെ ഭൗതിക നേട്ടങ്ങൾക്കൊക്കെ ഒരർത്ഥമുണ്ടാകും. അല്ല എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിന്റെ പണം തീർന്നു കഴിയുമ്പോൾ നീ അസ്വസ്ഥനാകാൻ തുടങ്ങും. നിന്റെ സൗഭാഗ്യങ്ങളൊക്കെ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ നിരാശനാകാൻ തുടങ്ങും. എല്ലാം തന്നു. അതുകൊണ്ടാണ് ജോബിന്റെ ജീവിതത്തിൽ പറയുന്നത് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. അതിന് കാരണം ജോബിനെ സംബന്ധിച്ചിടത്തോളം പണത്തിനേക്കാളും മക്കളെക്കാളും ഈ ഭൂമിയിലുള്ള സന്തോഷങ്ങളെക്കാളും ദൈവം അത്രമാത്രം വിലപ്പെട്ടതാണ്. എല്ലാം തീരുമ്പോഴും സ്വന്തം ശരീരം വ്രണം കൊണ്ട് നിറയുമ്പോഴും ചാരത്തിൽ കിടക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജോബിനെയാണ് കർത്താവ് കാണിച്ചു തരുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അതിന്റെ കാരണം ജോബിന് ദൈവം അത്രമാത്രം വിലപ്പെട്ടതായി. ദൈവം അവനെ പരീക്ഷിച്ചപ്പോഴും അവന് ദൈവത്തോടുള്ള സ്നേഹത്തിന് അല്പം പോലും കുറവ്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് ജോബിനോട് പറയാണ്, നീ പൗരുഷത്തോടെ നിന്റെ അരമുറുക്കുക, നീ പൗരുഷത്തോടുകൂടി നിന്റെ അരമുറുക്കുക. കാരണം ജോബ് ദൈവസന്നിധിയിൽ വിലപ്പെട്ടവനാണ് എന്ന് ദൈവം കണ്ടെത്തി. അതുകൊണ്ട് ജീവിതത്തിന്റെ വിലയും അർത്ഥവും ദൈവം നമുക്ക് നൽകും. ജീവിതത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ കരങ്ങളിലൂടെ നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയട്ടെ. ഈ ജീവിതത്തിന്റെ അർത്ഥം നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യത്തിൽ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, ഈ ഭൂമിയിലൊന്നും കരുതി വയ്ക്കരുത്, നിത്യജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണമെന്ന് പറയുന്നത്. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ നിക്ഷേപം ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.